പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീഡിയം കാണാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഇനി നമുക്ക് മോഡ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. മോഡ് ഓഫ് എ ഡാറ്റ ഈസ് ഡിഫൈൻഡ് ആസ് എ വാല്യൂ ദാറ്റ് ഈസ് റിപ്പീറ്റഡ് മോസ്റ്റ് ഓഫൺ ഇൻ ദ ഡാറ്റ. ഇറ്റ് ഈസ് ഒബ്സർവേഷൻ ഹാവിങ് ദ മാക്സിമം ഫ്രീക്വൻസി ഇൻ ദ ഡാറ്റ. അപ്പോൾ ഒരു സെറ്റ് ഡാറ്റ തന്നിട്ടുള്ള അതിൻ്റെ മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച ഒബ്സർവേഷനെയാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷൻ ആയിരിക്കും അതിൻ്റെ മോഡ്. മോഡിനെ മറ്റുള്ള ചില പേരിൽ കൂടി അറിയപ്പെടുന്നു. മോഡ് ഈസ് സംടൈംസ് കോൾഡ് ദ ഫാഷനബിൾ ആവറേജ് ഓർ ബിസിനസ് ആവറേജ്. അപ്പോൾ ഫാഷനബിൾ ആവറേജ് അല്ലെങ്കിൽ ബിസിനസ് ആവറേജ് എന്ന് അറിയപ്പെടുന്നത് മോഡാണ്. ഇനി റോ ഡാറ്റയിൽ നിന്ന് മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് ഡാറ്റ തന്നു. എക്സാമ്പിൾ, ദ ഏജ് ഓഫ് 6 പേഴ്സൺസ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ആൻ ഇൻ്റർവ്യൂ വെയർ 20, 21, 21, 24, 25, 24, 21 ആൻഡ് 27. ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ഡാറ്റ. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ 21 എന്ന ഒബ്സർവേഷനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളത്. അതായത് 3 പ്രാവശ്യം. ഹിയർ the observation 21 appears 3 times, so 24 is the mode. So 21 is the mode. 24 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? 2 പ്രാവശ്യം ആവർത്തിച്ചതേ ഉള്ളൂ. അപ്പോൾ 21 ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചത്, അതുകൊണ്ട് മോഡ് 21. ഇനി ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ്, ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ദെയർ മേ ബി 1 or 2 or more than two മോഡ്സ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ 1 മോഡോ 2 മോഡോ 2-ൽ കൂടുതൽ മോഡുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. If in a distribution there are 2 observations which are appearing a maximum number of times, then both observations are taken as the modes of the distribution. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ 2 ഒബ്സർവേഷനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് എങ്കിൽ ആ 2 ഒബ്സർവേഷനെയും മോഡായിട്ട് പരിഗണിച്ചോളാം. അതേപോലെ തന്നെ എ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഹാസ് എ സിംഗിൾ മോഡ് ഈസ് കോൾഡ് യൂണിമോഡൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു സിംഗിൾ മോഡ് മാത്രം ഉണ്ടെങ്കിൽ, അതായത് ഒരു ഒബ്സർവേഷനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നതെങ്കിൽ അതിനെ സിംഗിൾ മോഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ യൂണി മോഡൽ എന്ന് പറയും. അതേപോലെ തന്നെ 2 മോഡ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് ബൈ മോഡൽ എന്നാണ്. 2-ലധികം മോഡ് ഉണ്ടെങ്കിൽ പറയുന്നത് മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. Mr. Vijaykumar, the physical education teacher of a school, is trying to determine the average height of students in the cricket team of the school. The height of the players in inches are 70, 72, 72, 74, 74, 74, 75, 76, 76, 76, 77. Calculate the mode of the heights. ഇവിടെ നോക്കിക്കോളൂ. Here the data has 2 values 74 and 76 which appears 3 times. ഇവിടെ 74-ഉം 76-ഉം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളതെല്ലാമാണ് all the other values appears less than 3 times. മറ്റുള്ളതെല്ലാം 3-ൽ കുറവ് പ്രാവശ്യമേ ആവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് മോഡ് എന്തായിരിക്കും? 74-ഉം 76-ഉം 2 വിലകളാണ് മോഡിന്. അപ്പോൾ 2ഉം മോഡ് തന്നെയാണ്. ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെ മോഡ് കണ്ടുപിടിക്കുന്നത് നോക്കാം. The mode of a discrete frequency is the observation which appears a maximum number of times. That is, observation having the highest frequency. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണുള്ളത്, ആ ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ ഒബ്സർവേഷനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. The following distribution shows the cities sizes of shirts sold on a textile shop in Thiruvananthapuram on a month. Calculate the mode. അപ്പോൾ ഇവിടെ സൈസസ് തന്നിട്ടുണ്ട്. 36, 38, 40, 42, 44. നമ്പർ ഓഫ് ഷർട്ട്സ് സോൾഡ് 36, 15, 38, 22, 40 സൈസ് 31 വിറ്റു, 42, 30, 44, 20. അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റത് ഏതാണ്? 40 സൈസാണ് ഏറ്റവും കൂടുതൽ വിറ്റത്. അത് എത്ര പ്രാവശ്യം വിറ്റു? 31 പേർക്ക് വിറ്റു, 31 വിറ്റു. അപ്പോൾ അതാണ് എന്താണ് മോഡ് എന്ന് പറയുന്നത്. 31 ഫ്രീക്വൻസിയുള്ള ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ 40 എന്ന ഒബ്സർവേഷനാണ് മോഡ്. ഇനി ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ക്ലാസ് ആയിട്ട് തന്നിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് മോഡ് കാണുന്നതെന്ന്. അതിന് മോഡിനൊരു ഇക്വേഷൻ, മോഡ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0, F0നെ F0 എന്നും പറയും, F1 മൈനസ് F0 ഇൻറ്റു C ബൈ F1 മൈനസ് F0 പ്ലസ് F1 മൈനസ് F2. അതിനെ വേറൊരു രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ്
mod equal to L plus F1 minus F0 into C by 2F1 minus F0 minus F2. അതായത് ഡിനോമിനേറ്ററിൽ 2F1 മൈനസ് F0 മൈനസ് F2 ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ F1 F0 F2 എല്ലാം എന്തെന്ന് നമുക്ക് നോക്കാം. ആദ്യം മോഡൽ ക്ലാസ് എന്തെന്ന് നോക്കാം. മാക്സിമം ഫ്രീക്വൻസി വരുന്ന ക്ലാസ്സാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലോവർ ലിമിറ്റാണ് L. F1 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ് F1 എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം എല്ലാവരും. മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിനെ F1 എന്ന് പറയുന്നു. F0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദ പ്രീസീഡിങ് ക്ലാസ് ടു ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിൻ്റെ പ്രീസീഡിങ് ക്ലാസ് ആയിട്ടില്ല എന്ന് വെച്ചാൽ നെക്സ്റ്റ് എബോവ്. മോഡൽ ക്ലാസിൻ്റെ ജസ്റ്റ് എബോവ് ആയിട്ടുള്ളത്, അതായത് പ്രീസീഡിങ് ക്ലാസിൻ്റെ ഫ്രീക്വൻസിയെ F0 എന്നും സക്സീഡിങ് ക്ലാസ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസിൻ്റെ ഫ്രീക്വൻസിയെ F2 എന്ന് പറയുന്നത്. സി എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ ഓഫ് ദ മോഡൽ ക്ലാസ്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. ദ ഫോർ his research on the living standards, a researcher conducted a survey on 100 persons. The distribution of the ages of the person is attached below. Age 0, 10, 10, 20, 20, 30, 30, 40, 40, 50, 50, 60. Number of people are 12, 18, 27, 20, 17, 6. Determine the mode of the distribution. ഇവിടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻസി വരുന്ന ക്ലാസ്സാണ്. അതായത് 27 മാക്സിമം ഫ്രീക്വൻസി. ആ ക്ലാസ് ഏതാണ്? 20, 30 എന്ന് പറയുന്ന ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് L എന്താണെന്ന് അറിയാം, F1 എന്താണെന്ന് അറിയാം, അതെല്ലാം എടുത്തെഴുതാം. അതായത് L എന്ന് പറയുന്നത് 20, C എന്ന് പറയുന്നത് 10, F0 എന്ന് പറഞ്ഞാൽ 27 തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 18, F1 എന്ന് പറഞ്ഞാൽ 18, F0 എന്ന് പറഞ്ഞാൽ 18, F1 എന്ന് പറഞ്ഞാൽ 27, F2 എന്ന് പറഞ്ഞാൽ 20. F1 എന്ന് പറഞ്ഞാൽ പിന്നെ മോഡ് ക്ലാസിൻ്റെ ഫ്രീക്വൻസി 27. നെക്സ്റ്റ് ക്ലാസ്സിൻ്റെത് F2 അത് 20. അപ്പോൾ എന്തായിരിക്കും? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് ഈക്വൽ ടു 20 പ്ലസ് 27 മൈനസ് 18 ഇൻറ്റു 10 ബൈ 2 ഇൻറ്റു 27 മൈനസ് 8 മൈനസ് 20. ഇവിടെ മൾട്ടിപ്ലൈ ബ്രാക്കറ്റിനകത്തുള്ള ക്രിയ ആദ്യം ചെയ്യണം. 20 പ്ലസ് 27 18 കുറക്കുക. കുറച്ച ശേഷം 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ബൈ അതേപോലെ 2 കൊണ്ട് 27 മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 18 മൈനസ് 20. അപ്പോൾ അവസാനം ആൻസർ എത്ര കിട്ടും? 25.625 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ പ്രൊഡക്ഷൻ പെർ ഡേ ഓഫ് എ കമ്പനി ഇൻ ടൺസ് ഓൺ 60 days ആർ ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദ മോഡ്. ഇവിടെ മോഡ് കാണും. ഇത് ആക്ച്വൽ ക്ലാസ് ആയിട്ടല്ല തന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിനെ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റണം. 21, 22, 23, 24 അതൊക്കെ ആക്ച്വൽ ക്ലാസ് ആക്കുന്നത് എങ്ങനെയാണ്? 0.5 ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0.5 റൈറ്റ് സൈഡോട് കൂടി കൂട്ടണം. അതായത് ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറക്കണം, അപ്പർ ലിമിറ്റോട് കൂടി 0.5 കൂട്ടണം. എന്തിനാണ് ഈ 0.5ൻ്റെ കണക്ക് എങ്ങനെയാണ് വന്നത്? ഇവിടെ നോക്കിക്കോളൂ. 21, 22 എന്ന ഒരു ക്ലാസ്, അടുത്ത ക്ലാസ് തുടങ്ങുന്നത് 23, 24. അതായത് ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 22, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 23. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന്? 22, 23 ഒന്നാണ്. അപ്പോൾ ഒന്നിൻ്റെ പകുതി 0.5 ആണ്. അപ്പോൾ 0.5 നമ്മൾ ലെഫ്റ്റ് എന്തിനാണ് പകുതിയാക്കുന്നത്? അതായത് ലെഫ്റ്റ് സൈഡ് കുറക്കണം, ലെഫ്റ്റ് അതായത് ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കുന്നു, അപ്പർ ലിമിറ്റോട് കൂട്ടുന്നു. അപ്പോൾ ലെങ്ത്ത് എത്ര കൂടുന്നു? അതുകൊണ്ട് 0.5 ആക്കുന്നത്. അപ്പോൾ നമ്മൾ 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് കുറക്കുന്നു, അപ്പർ ലിമിറ്റോട് കൂടി 0.5 കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആക്ച്വൽ ക്ലാസ് കിട്ടും. ഇതാണ് ക്ലാസ് ബൗണ്ട്സ്. 20.5, 22.5, 22.5 പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് എഴുതാം. ഇനി നമുക്ക് മോഡൽ ക്ലാസ് ഏതെന്ന് കണ്ടുപിടിക്കാം. 22 മാക്സിമം ഫ്രീക്വൻസി വരുന്നത്, ആ ക്ലാസ് ആയിരിക്കും മോഡൽ ക്ലാസ്. ഇനി നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 25.36 എന്ന് കിട്ടും. ഇനി ഗ്രാഫിക്കൽ ലൊക്കേഷൻ ഓഫ് മോഡ്. ഗ്രാഫിക്കൽ ലൊക്കേഷൻ ഓഫ് മോഡ് വളരെ എളുപ്പമാണ്. അതായത് തന്നിരിക്കുന്ന ഡാറ്റയുടെ ഹിസ്റ്റോഗ്രാം വരക്കണം. ആ സ്റ്റെപ്പ് നോക്കിക്കോളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഡ്രോ ഹിസ്റ്റോഗ്രാം ടു ദ ഗിവൺ ഡാറ്റ. രണ്ടാമത്തേത് ലൊക്കേറ്റ് മോഡൽ ക്ലാസ് ഏതെന്ന്, അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതെന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബാർ ഏതെന്ന് നോക്കാം. അതിൽ ഏറ്റവും വലിയ ബാർ, ആ ബാറിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിൻ്റ്, അതായത് ജോയിൻ ഡയഗണലി ദ അപ്പർ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ ഹയസ്റ്റ് ബാർ ടു ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ അഡ്ജസൻറ്റ് ബാർസ്. മാർക്ക് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. ഡ്രോ perpendicular from this point to the intersection to the x-axis.
ദ പോയിൻ്റ് വേർ ദ പെർപെൻഡിക്കുലർ മീറ്റ്സ് എക്സ് ആക്സിസ് ഗീസ് ദ വേർഡൽ വാല്യൂ. ഈ സ്റ്റെപ്പിന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് ഞാൻ ഹിസ്റ്റോഗ്രാം വരച്ചു എന്ന് വിചാരിച്ചുള്ളൂ. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിൽ ഏറ്റവും വലിയ ബാർ ഇതാണ്. ആ ഏറ്റവും വലിയ ബാർ ഇതാണ്, മൂന്നാമത്തതാണ്. അപ്പോൾ മൂന്നാമത്തതിൻ്റെ റൈറ്റ് സൈഡ് കോർണറിന് തൊട്ട് മുമ്പിലത്തെ അപ്പർ ലിമിറ്റിലേക്ക് വരക്കണം. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തൊട്ട് അടുത്തതിൻ്റെ ലോവർ ലിമിറ്റിലേക്ക് വരക്കുക. ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ എക്സ് അക്ഷത്തിലേക്ക് വരച്ചാൽ ഇവിടെ കിട്ടുന്ന എത്രയായിരിക്കും? 25.6 മോഡ്. ഇനി മെറിറ്റ്സും ഡിമെറിറ്റ്സും അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാം. മോഡ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. മോഡ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. പിന്നെ കാറ്റഗറിക്കൽ ഡാറ്റയ്ക്ക് മോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. മോഡ് ഈസ് ദ ഓൺലി ആവറേജ് ദാറ്റ് വർക്ക്സ് വിത്ത് കാറ്റഗറിക്കൽ ഡാറ്റ. പിന്നെ ഡിമെറിറ്റ്സ് എന്താണ്? മോഡ് ഈസ് സംടൈംസ് ഇൽ ഡിഫൈൻഡ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് റിജിഡ്ലി. ദർ ആർ ഡിസ്ട്രിബ്യൂഷൻസ് വിത്ത് നോ മോഡ്, 1 മോഡ് ഓർ 2 മോഡ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മോഡ് ഇല്ലാത്ത കേസ് ഉണ്ടാവും, ഒരു മോഡ് ഉള്ളതുണ്ടാവും, ഒന്നിലധികം മോഡ് ഉള്ളതുണ്ടാവും. അപ്പോൾ അതൊരു ശരിക്കും ഡെഫിനിഷൻ ഇല്ലാത്ത ഒരു ആവറേജാണ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും അല്ല മോഡ് കണക്കാക്കുന്നത്. അതൊരു ഡീമെറിറ്റ്സ് ആണ്. മൂന്നാമത്തെ, ഇറ്റ് ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് ഫർദർ മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. മോഡിന് പിന്നെ നമുക്ക് മാത്തമെറ്റിക്കലായിട്ട് ഒരു ആൾട്രേഷൻസ് ഒന്നും നടത്താൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഓരോ ഒബ്സർവേഷന് ആഡ് ചെയ്തിട്ട് മോഡ് കാണുമ്പോൾ നമുക്ക് വിലക്ക് വ്യത്യാസം വരും എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം വിലക്ക് വ്യത്യാസം വരികയോ വരാതിരിക്കുകയോ ചെയ്യും. വ്യത്യാസം വരും എന്നാണ് പറയുന്നത്, ആൾട്രേഷൻ ഇല്ല. കാരണം എന്നാൽ ഇത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതല്ലേ. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിങ് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പാരിസൺ നിങ്ങൾ ടേബിൾ നോക്കിയിട്ട് അത് മനസ്സിലാക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തില്ല. ഇനി എംപിറിക്കൽ റിലേഷൻ, അതായത് മീൻ മീഡിയം മോഡ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ റിലേഷൻ എന്താണ്? മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ആണ്. എന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മോഡ് എന്ന് പറയുന്നത് 3 മീഡിയം മൈനസ് 2 മീൻ ആണ്. അങ്ങനെ ഓർക്കണം. അതായത് മോഡ് ഈക്വൽ ടു 3 മീഡിയം മൈനസ് 2 മീൻ. മോഡ് ഈക്വൽ ടു 3 മീഡിയം മൈനസ് 2 മീൻ എന്ന് ആ ഇക്വേഷൻ നമ്മൾ കാണാപ്പാട് പഠിക്കണം. അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. From a partially destroyed data, it was obtained that the mode of the distribution is 63 and median is 77. Calculate the mean of the distribution. അപ്പോൾ നമുക്ക് മോഡ് ഈക്വൽ ടു 3 മീഡിയം മൈനസ് 2 മീൻ വരാൻ പറ്റും. അപ്പോൾ 3 ഇൻറ്റു 77 മൈനസ് 2 ഇൻറ്റു 63 ഈക്വൽ ടു മോഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും? അതിൽ നിന്ന് മീൻ നമുക്ക് കാണാൻ പറ്റും. മോഡ് ഈക്വൽ ടു 3 മീഡിയം മൈനസ് 2 മീൻ. അതിന് ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അല്ലെങ്കിൽ നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. മീൻ മൈനസ് 63 ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് 77. അപ്പോൾ മീൻ എന്ത് കിട്ടും? 84 കിട്ടും. അടുത്ത ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ nth റൂട്ട് ഓഫ് ദ n ഒബ്സർവേഷൻസ്. എന്ന് വെച്ചാൽ സ്ക്വയർ geometric mean of n observations x1, x2, x3, etc. xn is given by gm equal to nth root of x1, x2, x3, etc. xn. That is equal to x1, x2, x3, etc. xn raised to 1 by n. ഇനി ഹാർമോണിക് മീൻ എന്താണ്? hm equal to n by sigma 1 by x. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.